ഇതിനിടെ ഇന്ന് വന്ന മറ്റൊന്ന് രാജസ്ഥാനിൽ കേരളത്തിൽ നിന്ന് പോയ ഒരു ഷൂട്ടിംഗ് സംഘം കുടുങ്ങിപ്പോയി എന്നുള്ളതായിരുന്നു. ഒരു മലയാള സിനിമയുടെ ചിത്രീകരണത്തിനായി ജയ്സാൽമീറിൽ എത്തിയ സംഘമാണ്. അവർ സൈനിക ക്യാമ്പിന് സമീപമായിരുന്നു, അവരുടെ ഹോട്ടലും ഉണ്ടായിരുന്നു, അവർ താമസിച്ച ഹോട്ടൽ. അവിടെയായിരുന്നു ഇന്നലെ രാത്രിയിൽ വളരെ വലിയ ആക്രമണം ഉണ്ടായത്. അവരത് നേരിട്ടതിന് സാക്ഷിയായി അവരുടെ ചിത്രങ്ങളത് പകർത്തി. ഏതായാലും അവരെല്ലാം സുരക്ഷിതരാണ്. അഹമ്മദാബാദ് വഴി അവർ നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ്. ജയ്സാൽമീറിൽ സൈനിക ക്യാമ്പിന് സമീപമായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ ആക്രമണമുണ്ടായതെന്ന് സ്ഥലത്തുണ്ടായിരുന്ന സിനിമാ സംഘം പറഞ്ഞു. താമസിച്ചിരുന്ന ഹോട്ടലിന് സമീപം സ്ഫോടന ശബ്ദം കേട്ടുവെന്നും പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഡ്രോൺ പോലെ എന്തോ പറന്നുവെന്നതും അതിനെ നിർവീര്യമാക്കുന്നതും നേരിട്ട് കണ്ടുവെന്നും സംഘത്തിലുള്ളവർ പറഞ്ഞു. ഇവർ പകർത്തിയ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ എല്ലാവരും സുരക്ഷിതരാണെന്നും ഫെഫ്കോ ഉൾപ്പെടെ ഇടപെട്ട് അഹമ്മദാബാദ് വഴി നാട്ടിലേക്ക് മടങ്ങാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയെന്നും സംഘത്തിലുള്ള ഫോട്ടോഗ്രാഫർ സീനറ്റ് സേവ്യർ പറഞ്ഞു. ഇവിടെ ബേസ് ക്യാമ്പില് അവര് മറ്റേ ഫ്ലൈറ്റ് വന്ന് അടിച്ചു. ആ ഫ്ലൈറ്റ് അവര് വെടിവെച്ചിട്ട് മറ്റേ പൈലറ്റിനെ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പ്രസംഗം ഇപ്പൊ ഒന്നും പ്രശ്നങ്ങളായിട്ടൊന്നും കാണുന്നില്ല. ഇപ്പൊ പുറത്തിറങ്ങിയിട്ടൊന്നും വേറെ ഇതൊന്നുമില്ല. ഇവിടെ സാധാരണ പോലെ ലൈവായിട്ട് തന്നെ എല്ലാ പരിപാടിയും നടക്കുന്നത്. ഇപ്പൊ എന്തായാലും ഷൂട്ട് അവര് ഇനിയിപ്പോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. പോയിട്ട് പ്രശ്നങ്ങൾ ഒതുങ്ങിയിട്ട് തിരിച്ചു വരാന്നുള്ള ഉദ്ദേശത്തിലാണ്. യുവ സംവിധായകൻ സംജാദ് സംവിധാനം ചെയ്യുന്ന ഹാഫ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായാണ് 120 പേരടങ്ങുന്ന സംഘം കഴിഞ്ഞ 28-ന് രാജസ്ഥാനിലെ ജയ്സാൽമീറിലെത്തിയത്. 90 ദിവസത്തെ ചിത്രീകരണമാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിത സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷൂട്ടിംഗ് നിർത്തിവെച്ച് നാട്ടിലേക്ക് മടങ്ങാൻ സംഘം തീരുമാനിക്കുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.